Hello guys, welcome back to my channel Tattikut. So, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ ലവേഴ്സിന് വേണ്ടിയിട്ടും എല്ലാ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. റിലേഷൻഷിപ്പിലെ ഉള്ള ആൾക്കാർക്ക് കുറച്ച് ടിപ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെ നമുക്കൊരു 7 ഡേയ്സിനുള്ളിൽ തീർക്കാൻ പറ്റിയല്ലോ. നിങ്ങൾക്കറിയുമോ, നിങ്ങളുടെ പാർട്ട്ണർ ഹാപ്പി ആയിരുന്നാലും നിങ്ങളും ഹാപ്പി ആയിരിക്കും. ഈ വേൾഡിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് കപ്പിൾസ് ആയിട്ട് നിങ്ങൾക്ക് മാറാൻ പറ്റും. അതിനു വേണ്ടി നിങ്ങൾ 4 കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. അതെന്തൊക്കെയാണെന്ന് അറിയണ്ടേ? സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ എന്താണെന്ന് അറിയാമോ? ലിസൺ. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനെ ലിസൺ ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വർക്കൊക്കെ കഴിഞ്ഞിട്ട് വരെയായിരിക്കും, നിങ്ങൾക്ക് സംസാരിക്കാൻ സമയം ഉണ്ടായിരിക്കില്ല. ഒരു ഓൾവേസ് സമയം കണ്ടെത്തുക. അവരെന്താണ് പറയുന്നത് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സ് കൊടുക്കുക. സോ ജസ്റ്റ് വെയിറ്റ് ഫോർ ദാറ്റ്. നമുക്ക് എല്ലാ റിലേഷനിലും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും. കുട്ടി പ്രോബ്ലംസ് ഇല്ലാത്ത റിലേഷൻസ് ഇല്ല. പക്ഷേ ഈ കുട്ടി പ്രോബ്ലംസ് ലിസൺ ചെയ്യാതിരിക്കുന്നതിലൂടെ വലുതായി വരും. സോ അത് നിങ്ങളുടെ റിലേഷനെ കൂടുതൽ അഫക്റ്റ് ചെയ്യും. സോ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ലിസൺ യുവർ പാർട്ട്ണർ. ഓക്കെ, സെക്കൻഡ് തിങ് നമ്മളൊരു കുട്ടി സർപ്രൈസസ് കൊടുക്കാം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ തന്നെ എക്സ്പെക്ട് ചെയ്യുന്നത് കുട്ടി സർപ്രൈസസ് ആക്കി വലിയതായിട്ട് ഒരു കാശ് ചിലവാക്കി അങ്ങനെയൊന്നും വേണമെന്നില്ല. പക്ഷെ ഡെയിലി നിങ്ങൾ വരുന്ന സമയത്ത് ഒരു ഫ്ലവർ കൊണ്ട് കൊടുക്കാം, ചെറിയ സ്വീറ്റ്സ് വാങ്ങിച്ചു കൊടുക്കാം. ദിറ്റ്സ് വിൽ മേക്ക് their partner happy. കുട്ടി സാധനങ്ങളിലൂടെ അല്ലെങ്കിൽ കുട്ടി അവരുടെ ഇഷ്ടങ്ങളിലൂടെ നിങ്ങൾ അവരെ സർപ്രൈസ് ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3ാമത്തെ പോയിന്റ് ആണ് സ്പെൻഡ് ക്വാളിറ്റി ടൈം വിത്ത് യുവർ പാർട്ണർ. ക്വാളിറ്റി ടൈം എന്താണ് പലർക്കും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഞാനിപ്പോൾ സമയം ചെലവഴിക്കുന്നില്ലേ, എന്നോട് സംസാരിച്ചിട്ടില്ലേ, അങ്ങനെയൊക്കെയാണ്. ബട്ട് ക്വാളിറ്റി ടൈമിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ണറായിട്ട് എല്ലാ ഫോണായിക്കോട്ടെ എന്തായിക്കോട്ടെ എല്ലാ എൻഗേജ്മെന്റ്സും മാറ്റി വെച്ചിട്ട് നിങ്ങൾ പാർട്ണറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അവരുടെ ഇഷ്ടം എന്താണോ അത് അനുസരിച്ച് നിങ്ങൾ അവരുടെ കൂടെ സ്പെൻഡ് ചെയ്യുക. ഒരു ലൈറ്റ് നൈറ്റില് പുറത്ത് പോയി നിൽക്കാം. ഇവൻ പുറത്തൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാരാണെങ്കിൽ ടെൻഷൻ്റെ റൂമുകളിലോ ഒക്കെ ഇങ്ങനെ പോയിട്ട് കുറച്ച് നേരം അവരുമായിട്ട് ഒരു എന്താ പറയുക ഫിസിക്കൽ ടച്ചിനും അവരൊന്ന് കെയർ ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്തിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുക, അവരോട് ഇങ്ങനെ സംസാരിക്കുക. പഴയ കാര്യങ്ങൾ, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ലവിൽ നിങ്ങൾ ഗോ ത്രൂ ചെയ്തിരുന്ന കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ സംസാരിക്കുക. ഇതൊക്കെയാണ് ആ ഒരു സമയത്ത് നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ കുറേ സ്വീറ്റ് മൊമെന്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുക. പിന്നെ ഒരു വാക്കിനൊക്കെ പോവാം. അതുപോലെ തന്നെ ടി വി എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷോസ് ഉണ്ടെങ്കിൽ ആ ഷോസ് ഒന്നിച്ച് കാണുക. അതുപോലെ കുക്കിങ്, അപ്പൊ അതിനെല്ലാം നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക. മ്യൂസിക്സ് കേൾക്കുന്നതാണെങ്കിലും അതിന്റെ കൂടെ ഡാൻസ് ചെയ്യുക. ഇങ്ങനെ കുട്ടി കാര്യങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു പ്രൈവറ്റ് ടൈമിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ച് ഒക്കെ ചെയ്യുന്നതാണ് ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാറുള്ളത്. ഡെയിലി പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് വീക്ക്ലി വൺസ് എങ്കിലും നിങ്ങൾ ചെയ്യുക. ഡെയിലി ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങളുടെ പാർട്ട്ണർ ഹാപ്പി ആയിരുന്നാൽ നിങ്ങൾ വളരെ ഹാപ്പി ആയിരിക്കും. ഇപ്പൊ നിങ്ങൾ മാത്രം ചേഞ്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല, നിങ്ങളുടെ പാർട്ട്ണറും ചേഞ്ച് ആയാലേ കാര്യമുള്ളൂ. ഓക്കെ, സോ നിങ്ങളുടെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കിയിരിക്കുക, അതേപോലെ നിങ്ങളും ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. നെക്സ്റ്റ്, ഇനി ലാസ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് ആൻഡ് അപ്രിസിയേഷൻസ്. സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പാർട്ട്ണർ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര നന്നായിരിക്കും അല്ലെ? അപ്പൊ നമ്മുടെ ഡ്രീം എന്താണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫിനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവർക്ക് ഉണ്ടാവുന്ന ഹാപ്പിനെസ് വളരെ വലുതായിരിക്കും. എൻ്റെ ഹസ്ബൻഡ് എന്നെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവൻ അതിന് ആ ഒരു ഇൻസ്പിറേഷൻ തരുമ്പോഴോ ഒക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതുപോലെ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതിനെ അപ്രിസിയേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇപ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ അത് പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതൊക്കെ ഷൗട്ടിങ് അങ്ങനെയല്ല. അവരെ എന്താ പറയുക, ഒരു കാമായിട്ട് തന്നെ അത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ ഇത് ശരിയായില്ല, നെക്സ്റ്റ് ടൈം അതൊന്നും ബെറ്റർ ആക്കുക എന്നുള്ളൊരു രീതിയിൽ പറയാം. അപ്പൊ അപ്രിസിയേഷൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻസ് ആണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ. Subscribe for more videos.